ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലീസ് യൂട്യൂബ് ബോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പേരയെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീടുകളിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഫലവൃക്ഷമാണ് നമ്മുടെ ഈ പേര. കാരണം ഉണ്ടല്ലോ, അധികം കെയറൊന്നും കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ ഫ്രൂട്ട്സൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോട്ടിലായാലും നിലത്തായാലും കെയറൊക്കെ അത്യാവശ്യം ഒരുപോലെയാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് അധികം കെയറൊന്നും കൊടുക്കണ്ടെന്നല്ലേ. എന്നാൽ ചില പേരുകളിൽ ഈ വെള്ളീച്ച പോലുള്ള പ്രാണികളൊക്കെ വന്നിട്ട് അതിൻ്റെ അതിൻ്റെ ഇലയൊക്കെ കടിച്ച് അതിൻ്റെ ഈ നീരൊക്കെ ഊറ്റി കുടിക്കുന്ന ഒരു പ്രോബ്ലം വരുമല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ കുറേയധികം ശ്രദ്ധിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കായകളൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ നനച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അതിൽ വരുന്ന അതായത് ഫ്ലവർ ഇട്ട ശേഷം വെള്ളം നനച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അതിൽ വരുന്ന കായകളൊക്കെ കൊഴിഞ്ഞു പോകേണ്ട ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവേ. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ, ഇത് തായ്വാൻ പിങ്ക് ഗോവയാണ്. ഇത് നല്ല ഡാർക്ക് പിങ്ക് അല്ല കേട്ടോ, ലൈറ്റ് പിങ്കാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കട്ട് ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ലൈറ്റ് പിങ്കാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല വലിപ്പവും വെക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളതുണ്ടല്ലോ വലിയൊരു പോട്ടിലാണ്, ഒരു ബ്ലാക്ക് വലിയൊരു പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കെയർ ചെയ്ത് എനിക്ക് ഈ രീതിയിൽ കിട്ടിയ ഡീറ്റെയിൽസാണ് പറയുന്നത്. അപ്പോൾ ഡെയിലി ഞാൻ ഒരു വട്ടം വെള്ളം നനച്ച് കൊടുക്കുകയും വെള്ളം നനച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഞാനൊരു ഓൾറെഡി പറഞ്ഞ പോലെ പോട്ടിലായത് കൊണ്ട് തന്നെ അത് ഒരു നേരം എങ്കിലും നനച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വാടിപ്പോകുന്നുണ്ട്. അതുപോലെ ഫ്ലവർ വരുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അത് വാടിപ്പോവും. കണ്ടോ, ഇതിൻ്റെ മുഞ്ഞി എന്ന് പറഞ്ഞില്ലേ, ആ ചെറിയൊരു വൈറ്റ് കളറിലിരിക്കുന്ന അത് ഒത്തിരി ആവുകയാണെങ്കിൽ നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഒന്നും അധികം കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതും നല്ല രീതിയിൽ തളിരൊക്കെ നിറയും, പൂക്കൾ കൊണ്ട് നിറയാനും കായായി മാറാനും ഹെൽപ്ഫുൾ ആവും. പിന്നെ ചുവട്ടിലുണ്ടല്ലോ, അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ചെറിയ ചെറിയ കളകളൊക്കെ പറിച്ച് നീക്കം ചെയ്ത് നല്ല രീതിയിൽ ഫെർട്ടിലൈസർ കൊടുക്കണം. ഫെർട്ടിലൈസറായിട്ട് ഞാനിതിൽ ചാണകപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ചാണകപ്പൊടി ഈ ഒരു പോട്ടിന് ഞാൻ ആൾമോസ്റ്റ് 1 kg എങ്കിലും ചാണകപ്പൊടി കൊടുക്കാറുണ്ട്. അതായത് ഒറ്റ സ്റ്റെപ്പിലല്ല, 2 സ്റ്റെപ്പായിട്ടാണ് കൊടുക്കുന്നത്. ഓരോ 6 മാസം കൂടുന്തോറും കൊടുത്തു വന്നാൽ മതിയാവും. നല്ല രീതിയിൽ കായകൾ നിറയെ ഹെൽപ്ഫുള്ളാവും. പിന്നെ ഇടയ്ക്ക് നമുക്ക് കഞ്ഞിവെള്ളം പൊളിപ്പിച്ച് അതിൽ നമ്മുടെ പഴത്തൊലിയൊക്കെ ഇട്ട് കൊടുത്താലും വളരെ ഹെൽപ്ഫുള്ളാവും. ഈ ഫ്ലവറൊക്കെ വരാതെ നിൽക്കുന്നതിന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് 2 എണ്ണം ഉണ്ട്. തായ്വാൻ പിങ്ക് ഗോവയുണ്ട്, അതുപോലെ തായ്വാൻ പിങ്കല്ല വൈറ്റും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത് തായ്വാൻ വൈറ്റ് ഗോവയാണ്. അതിൽ കണ്ടോ ചെറിയ ഡോട്ടായിട്ട് ബ്ലാക്ക് കളറിൽ കിടക്കുന്നത്? അതുണ്ടല്ലോ, ഈ രാത്രിയാകുമ്പോൾ ഒരു പ്രാണി വന്ന് അതിൻ്റെ നീര് ഊറ്റി കുടിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനത്തെ ഒരു വൈറ്റ് ഡോട്ട് വരുന്നത്. എന്നാലും നമ്മൾ ഇത്രയും നാൾ പറിച്ചതിൽ നമ്മൾ വിളവെടുക്കത്തില്ലേ, ആ ടൈമിൽ അകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ലേ. പിന്നെ മഴ സമയത്താണ് നമുക്ക് പേരയ്ക്ക് ഒത്തിരി കിട്ടുന്നുണ്ടെങ്കിൽ അതിലൊത്തിരി പുഴുക്കൾ നിറയാറുണ്ട്. അതിൻ്റെ കാരണം എനിക്കറിയത്തില്ല. അപ്പോൾ അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വേനൽക്കാലത്താണ് നമ്മളിത് വിളവെടുക്കുന്നതെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. കാരണം നമ്മളിതിൽ കെമിക്കലായിട്ടുള്ള ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. കണ്ടോ, ഈ വൈറ്റിലുള്ള എല്ലാ ഇതിലും നല്ല രീതിയിൽ ആ സംഭവം നിറഞ്ഞു നിൽപ്പുണ്ട്. കണ്ടോ, ഇതുപോലെ ബുഷിയായിട്ട് നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണേ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല ഇതായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് നിറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ പൂവിട്ട് ചെറുതായിട്ട് കായായി വരുന്ന സമയത്ത് അത്യാവശ്യം നനച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും പൂക്കളും ആ കായകളും ഒക്കെ കൊഴിയേ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 വട്ടം അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞു കുഞ്ഞു കായകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണേ. ഇപ്പോൾ നിലത്താണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ വീട്ടിലൊക്കെ നിലത്ത് നട്ടിട്ടുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ലേ. അതിന് അത്യാവശ്യം എങ്ങനെയെങ്കിലുമൊക്കെ വെള്ളം കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ പോട്ടിലൊക്കെ വെക്കുമ്പോൾ ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കാം, വിട്ടുപോകരുത്. പിന്നെ മുഞ്ഞയുടെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലുണ്ടല്ലോ, മുഞ്ഞ എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു വൈറ്റ് കളറിൽ പൂപ്പൽ പോലെ വന്നിരിക്കത്തില്ലേ. അപ്പോൾ ആ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ പപ്പായ ഇലയുണ്ടല്ലോ, അത് നന്നായിട്ട് ഒരു ഇല മതിയാവേ. അത് ഒന്ന് നന്നായിട്ട് നമ്മുടെ മിക്സിയിലോ എന്തിലോ ഇട്ട് അരച്ച് അതിൻ്റെ ചാറെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന്
വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ അത് ആഴ്ചയിൽ 1-2 വട്ടം ചെയ്ത് വരുമ്പോൾ മുന്നയുടെ ആ ഒരു ശല്യം മാറും. പിന്നെ ചില പേരകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതായത് നമുക്ക് അസഹനീയമായതാണെങ്കിൽ നമ്മൾ കെമിക്കലായിട്ടുള്ള എന്തെങ്കിലും ഫെർട്ടിലൈസർ യൂസ് ചെയ്തേ മതിയാവും. അത് ഇതുപോലെ പേരയ്ക്കൊക്കെ ഒത്തിരി നിൽക്കുന്ന സമയത്ത് ചെയ്യുന്നത് ഒട്ടും തന്നെ ഹെൽത്തി അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നാച്ചുറലായിട്ടുള്ള പെസ്റ്റിസൈഡൊക്കെ ട്രൈ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ ഈ ചാണകപ്പൊടി തന്നെ ധാരാളം. ഇനി 2 പേരയുണ്ടല്ലോ, 2 വർഷം പഴക്കമായിട്ടുള്ളതാണ്, എന്നാലും നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് പേര് സെലക്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഒന്നുകിൽ ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ എയർ ലെയറിങ്. കൂടുതലും ഗ്രാഫ്റ്റിംഗ് ആണ് നല്ലതെന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. കാരണം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള 2 ഗ്രാഫ്റ്റിംഗ് ആണ്. അത് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കുട്ടി കുട്ടി കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കൊടുത്താൽ മാത്രം മതിയാവേ, ഫ്രൂട്ട്സ് ഒത്തിരി നിറയും, അതിൽ യാതൊരുവിധ സംശയമില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ഇയർ കായ്ച്ചു തുടങ്ങിയപ്പോഴുണ്ടല്ലോ കുറച്ച് ഫ്രൂട്ട്സാണ് കിട്ടിയിട്ടുള്ളത്, പക്ഷേ അത് നല്ല ടേസ്റ്റുമായിരുന്നു. പിന്നെ മഴ സമയത്തുള്ളത് മാത്രമായിരുന്നു അതിനകത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ നിറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നമുക്ക് ഇനി അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.